ഇനി ചില കായിക റിപ്പോർട്ടുകൾ വേഗത്തിൽ. ഗോവയിൽ നടക്കുന്ന ഫിഡെ ചെസ് ലോകകപ്പിൽ 3-ാം റൗണ്ട് ലക്ഷ്യമിട്ട ഇന്ത്യൻ സൂപ്പർ താരങ്ങൾ ഇന്നിറങ്ങും. ആദ്യ മത്സരത്തിൽ സമനില വഴങ്ങിയ ഇന്ത്യയുടെ സൂപ്പർ താരങ്ങളായ ലോക ചാമ്പ്യൻ ഡി ഗുകേഷിനും ആർ പ്രജ്ഞാനന്ദയ്ക്കും മലയാളി താരം നിഹാൽ സരിനും ഇന്ന് നിർണായകമാണ്. ഇന്ത്യയുടെ 1-ാം നമ്പർ താരം അർജുൻ എരിഗേസി 2-ാം റൗണ്ടിലെ ആദ്യ മത്സരത്തിൽ ജയം സ്വന്തമാക്കി. 2-ാം റൗണ്ടിൽ 17 ഇന്ത്യൻ താരങ്ങളാണ് കളത്തിലുള്ളത്. വനിതാ ഏകദിന ലോകകപ്പ് നേടിയ ഇന്ത്യൻ ടീമിനെ അനുമോദിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യ തലസ്ഥാനത്തെ പ്രധാനമന്ത്രിയുടെ വസതിയിൽ ഇന്ന് വൈകുന്നേരമാണ് ചടങ്ങ്. പ്രധാനമന്ത്രിയുടെ പ്രത്യേക ക്ഷണിതാക്കളായാണ് വനിതാ ടീം ഡൽഹിയിലെത്തിയത്. സുരക്ഷാ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി മുംബൈയിലെ വിക്ടറി പരേഡ് ഒഴിവാക്കിയിരുന്നു. ഫൈനലിൽ ദക്ഷിണാഫ്രിക്കയെ തോൽപ്പിച്ചാണ് ഇന്ത്യൻ വനിതാ ടീം ആദ്യമായി ലോകകപ്പ് നേടിയത്. ഏഷ്യ കപ്പിലെ മോശം പെരുമാറ്റത്തിൽ ഇന്ത്യ പാകിസ്ഥാൻ താരങ്ങൾക്കെതിരെ നടപടിയെടുത്ത് ICC. പാക് പേസർ ഹാരിസ് റൌഫിന് 2 മത്സരങ്ങളിൽ വിലക്കേർപ്പെടുത്തി. ഇന്ത്യൻ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവിന് മാച്ച് ഫീസിന്റെ 30% പിഴ ശിക്ഷ വിധിച്ചു. ജസ്പ്രീത് ബുംറയ്ക്കും ഫർഹാനും ICC താക്കീത് നൽകി. സൂപ്പർ കപ്പിൽ ആശ്വാസ ജയം തേടി ഗോകുലം കേരള ഇന്നിറങ്ങും. മുഹമ്മദ് അൻസാണ് ഗോകുലത്തിന്റെ എതിരാളികൾ. വൈകിട്ട് 4:30 GMC ബാംബോലിമിലാണ് മത്സരം. സൂപ്പർ കപ്പിൽ ഗ്രൂപ്പ് സിയിൽ അവസാന സ്ഥാനത്താണ് ഗോകുലം. ബംഗളൂരു പഞ്ചാബ് സൂപ്പർ പോരാട്ടവും ഇന്നാണ്. രാത്രി 7:30 ഫത്തോഡയിലാണ് മത്സരം. ഓസ്ട്രേലിയക്കെതിരായ 4-ാം T20ക്ക് തയ്യാറെടുത്ത് ഇന്ത്യ 3-ാം മത്സരത്തിൽ ജയിച്ച ആത്മവിശ്വാസവുമായാണ് സൂര്യകുമാറും സംഘവും നാളെ ക്യൂൻസ്ലാൻഡിൽ ഇറങ്ങുന്നത്. 3-ാം മത്സരത്തിലെ ടീമിനെ 4-ാം T20യിലും നിലനിർത്താനാണ് സാധ്യത. നാളെ ഉച്ചയ്ക്ക് 1:45 മത്സരം. പരമ്പര ലക്ഷ്യമിട്ടിറങ്ങുന്ന ഇന്ത്യക്ക് 4-ാം T20യിൽ ജയം അനിവാര്യവുമാണ്. 2028 ലോസ് ആഞ്ചലസ് ഒളിമ്പിക്സിൽ മീര ഭായ്ചാനു 53 കിലോ വിഭാഗത്തിൽ മത്സരിക്കും. ഒളിമ്പിക്സിൽ നിന്ന് 49 കിലോ വിഭാഗം ഒഴിവാക്കിയതോടെയാണ് തീരുമാനം. മാറ്റം മീര ഭായ്ചാനുവിന് ഗുണകരമാകുമെന്ന് പരിശീലകൻ വിജയ് ശർമ്മ പറഞ്ഞു. ന്യൂസിലൻഡ് വെസ്റ്റ് ഇൻഡീസ് T20 പരമ്പരയ്ക്ക് ഇന്ന് തുടക്കം. ഇന്ത്യൻ സമയം രാവിലെ 11:45 മുതൽ ഈഡൻ പാർക്കിലാണ് മത്സരം. 5 മത്സരങ്ങളാണ് T20 പരമ്പരയിൽ ഉള്ളത്. ന്യൂസിലൻഡിനെ മിച്ചൽ സാന്നറും വെസ്റ്റ് ഇൻഡീസിലെ ഷായ് ഹോപ്പും നയിക്കും.